പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന 2ാം ക്ലാസ് ഇംഗ്ലീഷ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ലിസൺ ആൻഡ് മാർക്ക്. നിങ്ങൾക്ക് ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ മക്കളെ? ആ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ട് അതിന് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു പറഞ്ഞു തന്നിരുന്നത്? ഒരു സ്നെയിലിൻ്റെ അല്ലേ? മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ഡ്യൂട്ടി. ഹി വാസ് ഇൻ ഹിസ് ട്രാക്ടർ. മിസ്റ്റർ സ്നെയിൽ അവൻ്റെ ഡ്യൂട്ടി ആരംഭിച്ചു അല്ലേ? അവൻ്റെ ട്രാക്ടറുമായിട്ട്. ദ ട്രാക്ടർ മൂവ്ഡ് ഓൺ. ട്രാക്ടർ മൂവായി അല്ലേ? ക്രോ ക്രോ. മിസ്റ്റർ സ്നെയിൽ ഹേർഡ് എ സൗണ്ട് ഫ്രം ബിഹൈൻഡ്. പെട്ടെന്ന് സ്നെയിൽ എന്ത് ചെയ്തു? ഒരു സൗണ്ട് കേട്ടു അല്ലേ? Who is that? He looked back. അവൻ തിരിഞ്ഞു നോക്കി ആരാന്നറിയാം അല്ലേ? Who will be that? That was a frog. അതാരായിരുന്നു? ഒരു ഫ്രോഗ് ആയിരുന്നു. The frog was sitting behind Mr. Snail. ആ ഫ്രോഗ് സ്നെയിലിന്റെ ബാക്കിൽ ഇരിക്കുകയായിരുന്നു അല്ലേ? The frog had a long hat and red sunglasses. ഫ്രോഗിന് എന്തുണ്ട്? നല്ല ലോങ് ഹാറ്റും റെഡ് സൺഗ്ലാസസും ആണുള്ളത്. Get out my tractor. Mr. Snail stopped the tractor and said. സ്നെയില് അത് നിർത്തി, വണ്ടി ട്രാക്ടർ നിർത്തിയിട്ട് എന്നോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു അല്ലേ? The frog jumped out. ഫ്രോഗ് അതിനകത്തുനിന്ന് താഴേക്ക് ചാടി. It fell on the back of a mouse. The frog's hat fell in water. ഫ്രോഗിന്റെ ഹാറ്റ് എവിടേക്ക് വീണു? വാട്ടറിലേക്ക് വീണു. Oh my back, cried the mouse. അപ്പോൾ ബാക്കിന്റെ മൗസിന്റെ ബാക്കിലേക്കാണ് ഈ ഫ്രോഗ് വന്ന് വീണത്. അപ്പൊ മൗസിന് വേയിച്ചു. അപ്പൊ മൗസ് എന്ത് ചെയ്തു? എന്റെ ബാക്ക് പോയെന്ന് പറഞ്ഞിട്ട് എന്താ കരഞ്ഞു. ഹേ മിസ്റ്റർ മൗസ്, യു ഹാവ് എ സെഡ് മിസ്റ്റർ സ്നെയിൽ ടു മീ. ഓ താങ്ക് യു സെഡ് ദ മൗസ്. അപ്പൊ മൗസിനോട് പറയണ എന്താണ്? നിനക്കൊരു ലെറ്റർ ഉണ്ട്. സ്നെയില് പറഞ്ഞു. ഓക്കെ താങ്ക് യു സെഡ് ദ മൗസ്. മൗസ് താങ്ക് യു പറഞ്ഞു. ഇത്രയാണ് നിങ്ങൾക്ക് പറഞ്ഞ സ്റ്റോറി. ഇനി താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ശരി ഏതാണ് തെറ്റേതാണെന്നൊക്കെ നിങ്ങളോട് ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ്. മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ് അല്ലേ? സ്നെയിൽ ഫ്രോഗിനെ കണ്ടു അല്ലേ? അപ്പൊ അത് റോങ് ആണോ ടിക്കാണോ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ എന്താ? മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ഓൺ എ സ്കൂട്ടർ. സ്കൂട്ടറിൽ യാത്ര ചെയ്തു എന്നാ പറഞ്ഞത്. സ്കൂട്ടറിലാണോ സ്റ്റാർട്ട് ചെയ്തത് ജേർണി? അല്ല, ട്രാക്ടറിലാണ് അല്ലേ? അപ്പൊ തെറ്റാണ്. ദ ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ്. ഫ്രോഗിന് ലോങ് ഹാറ്റ് ഉണ്ടായിരുന്നു. ശരിയാണ്. ദ ഫ്രോഗ് ഫെൽ ഓൺ എ ക്യാറ്റ്. ക്യാറ്റിന്റെ മേലേക്കാ വീണേന്നാ പറഞ്ഞത്. അത് ശരിയാണ് മക്കളെ? അല്ല, എന്തിന്റെ മേലെ വീണത്? മൗസിന്റെ മേലെയാണ് വീണത് അല്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മിസ്റ്റർ സ്നെയിൽ ഗീവ് എ പാർസൽ ടു ദ മൗസ്. പാർസലാണോ കൊടുത്തത്? അല്ല, ഒരു ലെറ്റർ ആണ് കൊടുത്തത്. അപ്പൊ റോങ് സ്റ്റേറ്റ്മെന്റ് ആണത് അല്ലേ? ഇനി ആക്ടിവിറ്റി 2 നോക്കിയാലോ? ഒരു കോൺവെർസേഷൻ ആണ് മക്കളെ നൽകിയിരിക്കുന്നത്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫോക്സ് ആൻഡ് ഡോഗ്. ഫോക്സും ഡോഗും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. അപ്പോൾ ഫോക്സ് എന്താ ചോദിക്കണേ? ഡിഡ് യു സീ എ റാബിറ്റ് അറൗണ്ട്? റാബിറ്റിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്ത് പറയും? ഫ്രോഗ് എന്ത് പറയും? അല്ല, ഡോഗ് എന്ത് പറയും? ഒന്നെങ്കിൽ കണ്ടു എന്ന് പറയും, എന്നിട്ട് എവിടെയാണെന്ന് ചോദിക്കും അല്ലേ? അപ്പൊ ചോദിക്കണം. അപ്പൊ ഞാൻ കണ്ടു, ഒന്നെങ്കിൽ എസ് എന്ന് പറയും. ഞാൻ കണ്ടു, എന്താണ്, ഞാൻ ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന് പറയും. അപ്പൊ എന്നിട്ട് ഡോഗ് ചോദിക്കും എന്ത് കളറാണെന്ന് ചോദിക്കും. അപ്പൊ ഫോക്സ് പറയും ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ് അല്ലേ? വാട്ട് ഇസ് ദ കളർ ഓഫ് ദാറ്റ് റാബിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ വൈറ്റ് റാബിറ്റ് എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എഴുതാനുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി 3 നോക്കിയാലോ? ഇവിടെ കുറച്ച് 2 പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഇതിലെ ഡിഫറൻസസ് കണ്ടുപിടിച്ച് നിങ്ങളോട് ബ്ലാങ്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇതിലെ ആപ്പിൾസ് സ്മോൾ ആണ്, ഇതിലെ ആപ്പിൾസ് ബിഗ് ആണ്. പിന്നെ ഇതിൽ എത്ര ആപ്പിൾ ഉണ്ട്? 2 ആപ്പിൾസ് ഉള്ളൂ. ഇവിടെ എത്ര ഉണ്ട്? 4 ആപ്പിൾസ് ഉണ്ട് അല്ലേ? 4 ആപ്പിൾസ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? 4 ആപ്പിൾസ് അല്ല കേട്ടോ, ആപ്പിൾ അല്ല. ഇവിടെ ബിഗ് ആപ്പിൾ ആണ്, അവിടെ സ്മോൾ ആപ്പിൾ ആണ്. പിന്നെ ഇവിടെ ക്യാരറ്റ് ആണ് ഇരിക്കുന്നത്, അവിടെ എന്താണ്? മാംഗോയാണ് ഇരിക്കുന്നത്. ഇവിടെ ക്യാരറ്റ് ആണ്, അവിടെ മാംഗോയാണ് ഇരിക്കുന്നത്.
പിന്നെതാ ഷുഗർ കെയിൻ്റെ ലെങ്ത് കുറവാണ്, ഇവിടെ കണ്ടോ ലെങ്ത് കൂടുതലാണ്. പിന്നെന്താ ഗ്ലാസിന്റെ ജ്യൂസിന്റെ സ്ഥലം വേറെയാണ്. പിന്നെ ഇവിടെ ബഞ്ച് ഓഫ് ബനാനാസ് ആണ് ഇരിക്കുന്നത്. ഇവിടെ എന്താണ് ഒരു ഒരു ഇത് മാത്രം ബനാനയുള്ളൂ. ഇവിടെ 3 കോക്കനട്ട് ആണ് ഇരിക്കുന്നത്, ഇവിടെ 2 ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച ഡിഫറൻസ് അതിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് കോംപ്രഹെൻഷൻ ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ, ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മങ്കി ഡൂയിങ്? മങ്കി എന്താണ് ചെയ്യുന്നത്? ഈറ്റിംഗ് ആൻ ആപ്പിൾ, പ്ലക്കിംഗ് എ ബനാന, ഈറ്റിംഗ് എ ബനാന. ഏതാണ്? ഈറ്റിംഗ് എ ബനാന. ബനാനയാണ് കഴിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ബിഗ്ഗർ അംബ്രല? ബിഗ്ഗർ അംബ്രല ആർക്കാണ്? മങ്കിക്കാണോ, എലിഫന്റിനാണോ, റാറ്റിനാണോ? എലിഫന്റ്. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദയർ ഇൻ ദ പിക്ചർ? എത്ര ഫ്ലവേഴ്സ് ഉണ്ട് ഇതില്? 1 2 3. എത്രയുണ്ട്? 3 അല്ലേ? 3. അടുത്തത് എന്താ? വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ദ എലിഫന്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ. അണ്ടർ ദ ട്രീ. ദ ബട്ടർഫ്ലൈ ഈസ് നിയർ ദ മങ്കി. ദ റാറ്റ് ഹാസ് ആൻ അംബ്രല്ല. റാറ്റ് ഹാസ് ആൻ അംബ്രല്ല അല്ലേ? ഇനി അംബ്രല്ല ഉണ്ട് അല്ലേ? പിന്നെയോ ബട്ടർഫ്ലൈ മങ്കിയുടെ അടുത്താണോ? അല്ല. അപ്പൊ ഏതാണ്? ഇതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. വൈ ഈസ് ദ മങ്കി ഹാപ്പി? എന്തുകൊണ്ടായിരിക്കും മങ്കി ഹാപ്പി ആയത്? ഹി ഗോട്ട് എ ബനാന. ബനാന കിട്ടിയത് കൊണ്ടായിരിക്കും അല്ലേ അത് ഹാപ്പി ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇത്ര എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. ആക്ടിവിറ്റി 5 നമുക്ക് നോക്കാം. നോക്കൂ എന്തൊക്കെ തന്നിരിക്കുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്യൂട്ടബിളി എന്ന് പറഞ്ഞാണ്. ഇത് ഐ ആം ആൻ എലിഫന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐ ആം ബിഗ്. അപ്പൊ ഇതെന്തായിരിക്കും പറയണ്ടാവുക? ഐ ആം എ ബേർഡ്. ഐ ഫ്ലൈ ഹൈ. ഞാനൊരു പക്ഷിയാണ്, ഞാൻ എന്ത് ചെയ്യും? ഹൈറ്റിൽ പറക്കും. പിന്നെ ഇവിടെ എന്തായിരിക്കും പറയാ? ഐ ആം എ ക്യാറ്റ്. ഐ ലൈക്ക് ഫിഷ്. ഇതെന്താ പറയാ? ഐ ആം എ മൗസ്. ഐ ഈറ്റ് ക്യാരറ്റ് അല്ലേ? ഐ ഈറ്റ് ക്യാരറ്റോ എന്തെങ്കിലും എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അടുത്ത എന്താണ്? ഐ ഹാവ് എ ലോങ് എന്താ ഉള്ളത്? ടെയിൽ. നല്ല നീളമുള്ള വാലുണ്ട് അല്ലേ? ഐ ആം എൻ ആൻഡ്. ഐ ആം വെരി സ്മോൾ അല്ലേ? ഇതിനകത്ത് നോക്കിയിട്ട് എടുത്തെഴുതും. ഇതിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ മൗസിന് നമുക്ക് കോക്കനട്ട് എന്ന് എഴുതാട്ടാ. ഐ ഈറ്റ് കോക്കനട്ട്. കോക്കനട്ട് അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് മക്കൾക്ക് ഇന്നത്തെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.